അപ്പം ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഇത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആവണേ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നവർ എനിക്ക് ഓൾറെഡി തന്ന സ്പോൺസർഷിപ്പിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ അവർ ആഡ് ചെയ്തു, സ്പോൺസർ നോട്ടായിട്ട് അവർ ആഡ് ചെയ്തു ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഒരു തന്ന സ്പോൺസർഷിപ്പ് എഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവർ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാതാവ് കളിച്ച കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നുമല്ല, അത് മാതാവ് ചെയ്ത കാര്യമാണ്. അത് അവിടെ കിടന്ന് ഞാൻ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ മെയിൽ വായിക്കുന്നത്. ആ റോഡിൻ്റെ മുകളിൽ നിന്ന് എന്നെ ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടെ വീണു. ഞാൻ അവിടെ കരയായിരുന്നു. പക്ഷെ കരയാന്ന് പറഞ്ഞത് വിഷമത്തിലുള്ള കരച്ചിലല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു മാതാവ് കൂടെ, സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ച് ഉറപ്പായിട്ടും വരും, നിങ്ങളുടെ കൂടെ വരും. അതിലവർ സ്പോൺസർ നോട്ട് ആഡ് ചെയ്തു. അതിൽ ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞു, ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തു, ഞാൻ താങ്ക് യു പറഞ്ഞ് എല്ലാം ചെയ്തു.